ഞാനൊരു കവിവാക്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അതിനി മാധ്യമപ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മര്യാദയില്ലാത്ത മാധ്യമപ്രവർത്തനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും. സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത്? മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്നേ ഇനി പറയാൻ പറ്റൂ. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഈ സംസാരിക്കുന്നത് ഇന്ന് വന്ന ഒരു മാധ്യമ വാർത്തയെക്കുറിച്ചാണ്. പരിപൂർണമായിട്ടും പച്ചക്കള്ളമായ ഒരു വാർത്ത ഇന്ന് മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളാണ് ഒരു മാധ്യമ വാർത്ത വന്നത്. കായംകുളം MLA പ്രതിഭയുടെ മകനെ ആലപ്പുഴ വെച്ച് എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി വാർത്തയുടെ ഭാഗമായിട്ട് ഒരു വ്യാജം അടിച്ചിറക്കിയതാണ് ഇന്ന് മാധ്യമങ്ങൾ. ആലപ്പുഴയുള്ള എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി എന്നാണ് പറഞ്ഞത്. പ്രതിഭയുടെ മകനെ, കായംകുളം MLA പ്രതിഭയുടെ മകനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. എന്നാൽ അത് പ്രൊമോഷനോടുകൂടിയ സ്ഥലം മാറ്റമാണ്. അത് നേരത്തെ തീരുമാനിച്ചതാണ്. മന്ത്രിയുടെ വ്യക്തമായ സൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാത്തിരുന്നത്. മാത്രമല്ല മാസാവസാനമാണ് ആ ട്രാൻസ്ഫർ നടക്കാറുള്ളത്. അതുകൊണ്ട് വെറും സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്, അതല്ലാതെ മറ്റൊരു കാര്യം അതിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ചെയ്തത് വളരെ മോശമായി പോകുന്നു വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എടുത്തു തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കുത്തിത്തിരിപ്പ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ചെയ്ത രീതിയല്ലെന്ന് അദ്ദേഹം ആഞ്ഞടിക്കുന്നുമുണ്ട്. MP രാജേഷിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെക്കാൻ തോന്നി. ഏതെങ്കിലും ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ മര്യാദയുടെ ഒരു കണികയെങ്കിലും അതിലുണ്ടാവണം. കാരണം കേട്ടാൽ എന്താ തോന്നുക? ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റി ഈ കേസെടുത്തതിന്റെ പേരിൽ എന്നല്ലേ? 15 ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും 23 കമ്മീഷണർമാർ, ഈ 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ DPC കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു. ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു. DPC കൂടാൻ വൈകിയപ്പോൾ അത് വൈകി. ഈ കലണ്ടർ വർഷം നടപ്പാക്കേണ്ടതാണ്, അല്ലെങ്കിൽ വീണ്ടും DPCയിലേക്ക് പോകണം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടാൽ തോന്നുന്ന ഒരൊറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞതിൻ്റെ സ്പിരിറ്റൊക്കെ പോവും. പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും. ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു. ഇതൊരു പക്ഷേ 3-4 ദിവസം മുമ്പ് ഇറങ്ങുമായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. മന്ത്രി കണ്ട് അപ്രൂവ് ചെയ്യേണ്ടതാണല്ലോ ലിസ്റ്റ്. DPC കൂടി അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം. അപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ വേറെയും പല ആളുകളെ മാറ്റേണ്ടി വരും. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലും ഇതിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതെടുത്തിട്ടാവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ഒരു ദുരുദ്ദേശമാണ് വ്യക്തമാവുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു അതിരും പരിധിയും ഉണ്ട് എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലേക്കൊന്നും കേസിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അതിൻ്റെ വഴിക്കാണല്ലോ നടന്നിട്ടുള്ളത് ഇതുവരെ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ പോരാ, ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിൻ്റെ പടലേക്ക് കൊണ്ടുവന്ന് വെക്കണമല്ലോ, അല്ലേ? ആ സർക്കാരിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത്? മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്നേ ഇനി പറയാൻ പറ്റൂ. കാരണം ഇത് അറിയാതെ പറ്റുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ട്രാൻസ്ഫർ ലിസ്റ്റ് ഇന്നലെ ഇറങ്ങി, ഒന്നല്ലല്ലോ, ഒന്നിച്ചല്ലേ ലിസ്റ്റ് ഇറങ്ങിയത്. അപ്പം ഇത് മാത്രം എടുത്തു കൊടുക്കുന്നെങ്കിൽ എന്തുമാത്രം കുരുട്ട് ബുദ്ധിയായിരിക്കണത്? ഞാൻ കേസിൻ്റെ ഒരു മെറിറ്റിലേക്കും ഇപ്പോൾ പോകുന്നില്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. സൈബർ ആക്രമണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളെല്ലാം അതിന് ഇഷ്ടംപോലെ ഇരയായിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഓരോരുത്തർക്കും വരുമ്പോൾ മാത്രം അവർക്ക് പൊള്ളൂ. അതിനെ അങ്ങനെ കാണരുത് അത്തരം കാര്യങ്ങളെ. അല്ല, മറ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും.
അത്രയേ ഉള്ളൂ. ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സർക്കാരിനുള്ളതല്ലേ ഉദ്യോഗസ്ഥന്മാർ, പതിവായിട്ട് നടക്കുന്നതല്ലേ അത്. ആ ഉദ്യോഗസ്ഥന് ആക്ഷേപം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചകഞ്ഞു നോക്കിക്കോളൂ. എത്ര ചകഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല. സർക്കാരിന്റെ സാധാരണ നടപടിക്രമം പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ അത്തരം ഒരു കാര്യത്തിൽ ഇടപെടലുണ്ടായി എന്നുള്ളത്. എത്ര കാര്യക്ഷമമായും നീതിപൂർവകമായിട്ടും എക്സൈസ് പ്രവർത്തിച്ചു എന്നുള്ളതിൽ കാണിക്കേണ്ട. അത് അഭിനന്ദിക്കുന്നതിന് പകരം ഈ ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കവിവാക്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അതിനി മാധ്യമപ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത്. അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, എക്സൈസ് അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന അഭിനന്ദനമൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് ഒരു അഭിനന്ദനവും കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കല്ലേറ് മാത്രമേ കിട്ടൂ. അഭിനന്ദനം ആഗ്രഹിക്കുന്നുമില്ല. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദനം കിട്ടിയാൽ സൂക്ഷിച്ചോളണം, എന്തോ പെശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം.